ചാർലീസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഒരു സോഫ്റ്റ് ദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ദോശ ഉണ്ടാക്കാനായിട്ട് ഇഡ്ഡലി അരി, ഒരു 3 ഗ്ലാസ് ഇഡ്ഡലി അരി 8 മണിക്കൂർ കുതിർത്ത് കഴുകി വാരി ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ 1 ഗ്ലാസ് ഉഴുന്നും കഴുകി വാരി വെച്ചിരിക്കുകയാണ്. അതിലൂടെ നമുക്ക് ഒരു ഉലുവ, 1.5 സ്പൂൺ ഉലുവായും കുറച്ച് അവലും കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ട് അരച്ച് ഒരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ദോശയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനിയും ദോശ ഉണ്ടാക്കാനായിട്ട് നോക്കാം. നമുക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി അതിൻ്റെ മുകളിലോട്ട് ഒരു ശകലം നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ദോശ ഞാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചമ്മന്തിയും സാമ്പാറും. ഈ സാമ്പാർ എന്ന് പറയുന്നത് കിള്ളി സാമ്പാറാണ്. അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ആവശ്യപ്പെടുന്നവർക്ക് തരാം. അത് ഉള്ളിയും എല്ലാം ഇട്ട്, ഉള്ളി മാത്രമാണ്, വേറെ കഷ്ണങ്ങളൊന്നുമില്ല. ഉള്ളിയും തക്കാളിക്കായും കൊച്ചുള്ളിയാണ് വേണ്ടിയത്. കൊച്ചുള്ളിയും തക്കാളിക്കായും പച്ചമുളകും എല്ലാം കൂടി ഇട്ടുള്ള ഒരു സാമ്പാറാണ് കിള്ളി സാമ്പാർ. അത് നല്ലൊരു ടേസ്റ്റുള്ള ഒരു സാമ്പാറാണ്. അത് ഉണ്ടാക്കി ദോശയ്ക്ക് നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും എളുപ്പമാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് കാണുന്നിടം വരെ ബായ്.